ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് മെറിറ്റ്സ് ആയിരുന്നു അല്ലേ, എന്തിൻ്റെ ക്യാപിറ്റലിസത്തിൻ്റെ മെറിറ്റ്സാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഇനി പ്രിസേർവ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഓഫേഴ്സ് ഇൻസെൻറ്റീവ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പറയുന്നത് പ്രിസേർവ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റൈറ്റ് ഉണ്ടല്ലോ ഒരാളുടെ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് എന്ത് അസറ്റ്സ് ഉണ്ടെങ്കിലും സ്വന്തമായിട്ടുള്ള ഓണർഷിപ്പിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഇൻസെൻറ്റീവ് അല്ലേ നമുക്ക്. അപ്പം അതൊക്കെ ഏതാ കൊടുക്കുന്നത് ക്യാപിറ്റലിസമാണ് കൊടുക്കുന്നത്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം, ഫ്രീഡം രണ്ട് രീതിയിൽ കൊടുക്കുന്നുണ്ടല്ലേ. ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ഉണ്ട്, അതായത് ഫ്രീ ടു എൻഗേജ് ഇൻ എനി എക്കണോമിക് ആക്ടിവിറ്റി ആസ് യു വിഷ്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് എൻജോയ് മാക്സിമം എമൗണ്ട് ഓഫ് ഓട്ടോണമി ആൻഡ് ഫ്രീഡം. യെസ്. ഇനി ക്യാപിറ്റലിസം റിവാർഡ്സ് മെൻ ഓഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് എൻ്റർപ്രൈസ്, അതായത് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ളവരെയും അതുപോലെ തന്നെ പുതിയ ഇന്നോവേഷൻസൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് റിവാർഡ് ചെയ്യും. പണിഷ് ചെയ്യും ആരെ? ഇംപ്രൂഡൻറ്റിനെയും ഇന്നെഫിഷ്യൻറ്റിനെയും. അതായത് ഇന്നെഫിഷ്യൻ്റ് ആണെങ്കിൽ, നല്ലതാണെങ്കിൽ നല്ലത് തന്നെ, നല്ലതാണെങ്കിൽ റിവാർഡ് എന്തായാലും കൊടുക്കും. പിന്നെ പണിഷ്മെൻറ്റ് അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യും. അത് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പണിഷ്മെൻ്റ് ആയിരിക്കും ഇവർ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ. പക്ഷേ റിവാർഡ് അതുപോലെ തന്നെ ഭയങ്കര ഭീകര റിവാർഡായിരിക്കും കൊടുക്കുന്നുണ്ടാവാം. ഓക്കെ. ഇനി യൂഷ്വലി ഫങ്ഷൻസ് ഇൻ എ ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്ക്, അതായത് ഇപ്പോൾ ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ഡെമോക്രസി ഈസ് ബൈ ദി പീപ്പിൾ ടു ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് കേട്ടിട്ടില്ലേ. അപ്പം അതുപോലെ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ അങ്ങനെ കേട്ടിട്ടില്ലേ. അപ്പോൾ അവിടെ മൊത്തം ഫ്രീഡമാണ്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രൈവറ്റാണ് മെയിൻ ആൾക്കാരെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. മെയിനായിട്ട് അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി എൻകറേജ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? എൻ്റർപ്രൈസ്, റിസ്ക് ടേക്കിങ്, എമർജൻസ് ഓഫ് ഓൺട്രപ്രനോറിയൽ ക്ലാസ് വില്ലിങ് ടു ടേക്ക് റിസ്ക്സ്. അതായത് റിസ്ക് ടേക്കിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ടും എൻകറേജ് ചെയ്യുന്നത്. റിസ്ക് എടുത്ത് പുതിയ ഇന്നോവേഷൻസും പുതിയ ടെക്നിക്സൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിവാർഡ് എന്തായാലും ഇവർ കൊടുക്കും. ഒരു ഇൻസെൻറ്റീവിൻ്റെ ആൾക്കാരാണ് അല്ലേ. ക്യാപിറ്റലിസമാണ് നോൺ ഫോർ പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സ് അല്ലേ. ഇനി അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ള മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇനി അതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. ഇക്കണോമിക് ഇനീക്വാളിറ്റിയാണ്, വാസ്റ്റ് എക്കണോമിക് ഇനീക്വാളിറ്റിയാണ്. അതായത് അത് ഭയങ്കരമാണ് അല്ലേ. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഇൻകം ഇനീക്വാളിറ്റിയാണ് മെയിനായിട്ടുള്ളത്. റിച്ച് ആണെങ്കിൽ ഭയങ്കര റിച്ച്, പുവർ ആണെങ്കിൽ ഭയങ്കര ദാരിദ്ര്യമാണ് ഈ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിൽ ഉള്ളവർക്ക് ഉണ്ടാവുക. കാരണം പുവറിനെ അവർ പരിഗണിക്കുക പോലും ഇല്ല. അവരെന്ത് കഴിച്ചു എന്ത് ചെയ്തു എന്ന് പോലും നോക്കൂല ഇവർ. എക്കണോമിക് ഇനീക്വാളിറ്റി വാസ്റ്റാണ്. സോഷ്യൽ ഇൻജസ്റ്റിസാണ് ക്യാപിറ്റലിസത്തിൽ മുഴുവനും. അതായത് അപ്പം ഈ ഒരു ഇക്കണോമിക് ഇനീക്വാളിറ്റി കാരണം എഗ്രിഗേറ്റ് എക്കണോമിക് വെൽഫെയർ തന്നെ ഇല്ലാണ്ടാവുകയാണ്. ആൾക്കാരുടെ പുരോഗതിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. അതായത് സൊസൈറ്റീനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത പോലെയാണ് ഉള്ളത്. അത് രണ്ട് ക്ലാസ്സായിട്ട്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത പോലെയാണ് ഈ സോഷ്യൽ ഇനീക്വാളിറ്റി ഉള്ളത്. ഓക്കെ. ഈ എക്കണോമിക് ഇനീക്വാളിറ്റി ഉള്ളത്, എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് രണ്ട് ക്ലാസ്സായിട്ട് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നുള്ള രീതിക്കാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അണ്ടർ ക്യാപിറ്റലിസം ദർ ഇസ് പ്രിസീഡൻസ് ഓഫ് പ്രോപ്പർട്ടി റൈറ്റ് ഓവർ ഹ്യൂമൻ റൈറ്റ്സ്. അവിടെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി കയ്യിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാണ് വലിയ കാര്യം. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. എക്കണോമിക് ഇനീക്വാളിറ്റി ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ വൈഡ് ഡിഫറൻസ് ഇൻ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പെർപെച്വേറ്റ് അൺഫെയർനെസ് ഇൻ ദ സൊസൈറ്റി എന്നാണ് പറഞ്ഞത്. അതായത് ഈ എക്കണോമിക് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല. പൈസ കുറവാണ് ചിലവരുടെ കയ്യിൽ ഭയങ്കര വമ്പിച്ച പൈസകളാണ് കയ്യിലുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്റ്റാറ്റസും അവർക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഈ പുവർ പീപ്പിളിന് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ പുവറായിട്ടുള്ള ആളുകൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ.
പുവറായിട്ടുള്ള ആളുകൾ എവിടെ ലീവ് ചെയ്യാമെന്നറിയാലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള നല്ല ഈ കൈൻഡ് ഓഫ് എന്താ പറയുക നല്ലൊരു ജോബൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതല്ലേ. അപ്പോൾ അവിടെ അവരുടെ ഈ ഒരു ഇക്കണോമിക് ഇനീക്വാളിറ്റി കാരണം തന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റിയും ഇല്ലാണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര അൺഫെയർനെസ്സാണ്, തീരെ ന്യായമില്ലാത്തൊരു സൊസൈറ്റിയാണിത്. ഓക്കെ, പിന്നെ ഇവിടെ കേട്ടിട്ടില്ലേ മെറിറ്റ് ഗുഡ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷനോ അതുപോലെ തന്നെ ഹെൽത്ത് കെയറോ ഒന്നും ഇല്ലാതാനും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ടവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഗവൺമെൻറ് ഉണ്ടെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ കൊടുക്കും. ഇവിടെ അങ്ങനെ, ഇവിടെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്യുവറായിട്ടുള്ള ക്യാപിറ്റലിസം ഒന്നും ഈ ലോകത്തിൽ കണ്ടുവരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ചില ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ രാജ്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹക്സ്. ഓക്കെ, ഇനി നോക്കിയ അടുത്തത് ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഇഗ്നോർസ് ഹ്യൂമൻ വെൽഫെയർ ബിക്കോസ് അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് മാത്രമാണ് അവരുടെ മെയിൻ എയിം. വെൽഫെയർ ഒന്നും പരിഗണിക്കുക പോലും ഇല്ല. ആൾക്കാരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, ഞങ്ങൾക്ക് പൈസ വേണം, അതാണ്. ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറിയുടെ പേരാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് കിട്ടുന്ന വരുമാനം, ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഇൻകമാണ് മെയിനായിട്ട് കൂട്ടാൻ ശ്രമിക്കുന്നത്. ഇനി ഡ്യൂ ടു ഇൻകം ഇനീക്വാളിറ്റി ദ പാറ്റേൺ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് റിപ്രസെൻറ്റ് ദ റിയൽ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. യെസ്, അപ്പം ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ റിയൽ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി ഉള്ള ഡിമാൻഡാണോ നമുക്ക് കാണപ്പെടുന്നത്? അല്ല, റിയൽ ആയിട്ടുള്ള സൊസൈറ്റിയുടെ നീഡല്ല അത്. കാശുകാർ എത്രത്തോളം കൂടുതൽ സംഭവങ്ങൾ വാങ്ങണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഒരു സൊസൈറ്റിയിൽ. അല്ലാതെ എല്ലാവരുടെയും അതായത് സൊസൈറ്റിയുടെ ആവശ്യങ്ങളല്ല മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ലീഡ്സ് ടു സ്ട്രൈക്സ് ആൻഡ് ലോക്ക്ഡൗൺസ് ആൻഡ് ന്യൂ സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഇപ്പം ലേബർ എന്തായിരിക്കുകയാണ്, എക്സ്പ്ലോയിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രൈക്സ് ഉണ്ട്, ലോക്ക്ഡൗണുകളുണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് തീരെ ഇല്ല. അതായത് ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ അതായത് ഇപ്പോൾ മെയിനായിട്ട് ഗവൺമെൻറ് ഒന്നും റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവർക്ക് എന്ത് ചെയ്യുക, തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമേഴ്സിനെ അല്ല ഈ സംഭവം, അതായത് ഈ ലേബേഴ്സിനെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഇതായി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലതാണെങ്കിൽ നല്ലത്, ഇംപ്രൂഡൻറ്റും അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ നല്ല പണിഷ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് നോ സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്, സോ ദിസ് മേക്സ് വർക്കേഴ്സ് മോർ വൾണറബിൾ. ഇനി കൺസ്യൂമർ സോവെർണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെങ്കിലോ അത് കൺസ്യൂമർ ഓഫൻ ബിക്കംസ് വിക്ടിംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഇപ്പോൾ പൈസ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും, ഈ കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടായിരിക്കും. അതാണ് കൺസ്യൂമർ സോവെർണിറ്റി എന്ന് പറഞ്ഞാൽ. കൺസ്യൂമറിന് ഇഷ്ടമുള്ള പോലെ എന്താക്കണം, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫെറാറി കാറോ ഓവർ പ്രൈസ്ഡ് അല്ലേ ആ കാറൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ BMW അതൊക്കെ ഭയങ്കര അത്രയും ബ്രാൻഡിങ്ങും ആ സംഭവങ്ങളൊക്കെ രീതിയിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഓവർ പ്രൈസിങ് ആണ് അവിടെ നടക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, കൺസ്യൂമേഴ്സ് വിക്ടിംസായി മാറാണ്. പക്ഷേ സ്റ്റിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ആൾക്കാർ വാങ്ങാൻ റെഡിയാണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. എക്സസീവ് കോമ്പറ്റീഷൻ ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ് വർക്ക് അഗെയിൻസ്റ്റ് കൺസ്യൂമർ വെൽഫെയർ. അതും ഉണ്ട് കേട്ടോ. എക്സസീവ് ആയിട്ടുള്ള കോമ്പറ്റീഷനും അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ് ആണല്ലോ. അപ്പം കൺസ്യൂമേഴ്സിൻ്റെ ഇതായിരിക്കില്ല ഇവർ നോക്കുന്നത്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ പുരോഗതിയോ കാര്യങ്ങളോ അല്ല നോക്കുന്നത്. ഇവർക്ക് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓക്കെ, there is misallocation of resources as resources will move into the production of luxury ഗുഡ്സിന് വേണ്ടിയിട്ട് മാത്രം എന്താക്കും, ലക്ഷറി ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എല്ലാ റിസോഴ്സും അങ്ങോട്ട് ഇറക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് മെറിറ്റ് ഗുഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പം ഡ്യൂ ടു അൺപ്ലാൻഡ് പ്രൊഡക്ഷൻ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ആണ് ഉണ്ടാവുക. അതായത് ഇൻ ടേംസ് ഓഫ് ഓവർ പ്രൊഡക്ഷൻ, എക്കണോമിക് ഡിപ്രഷൻ. അതായത് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും എന്ന് പറയാം. ഇതിപ്പോൾ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ
അൺപ്ലാൻഡ് അതിൻ്റെ പേരിൽ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. അതായത് ചിലപ്പോൾ കുറേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയില്ല, പ്ലാനിങ് ഇല്ലല്ലോ. ചിലപ്പോൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇക്കണോമിക് ഡിപ്രഷനിലേക്കൊക്കെ പോവും. അങ്ങനത്തെ രാജ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ USA. ഇവരൊക്കെ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിനൊക്കെ വിധേയമായിട്ടുള്ള രാജ്യങ്ങളാണ്. 2007 അറിയാലോ. അതിൻ്റെ കാരണം ഇങ്ങനത്തെ ഈ ക്യാപിറ്റലിസത്തിൽ നിന്നാണ് കൂടുതൽ ഇക്കണോമിക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അവസാനം ഭയങ്കര റിസഷനായി മാറും, ആൾക്കാരുടെ കയ്യിൽ ഒരു രൂപ ഇല്ലാണ്ടായി മാറും, അങ്ങനെയൊക്കെ വരും. കാരണം പ്ലാനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈസ് വെരി കോമൺ അണ്ടർ ക്യാപിറ്റലിസം. സോ ദീസ് റിസൾട്ട് ഇൻ ലോട്ട് ഓഫ് ഹ്യൂമൻ മിസറി. അപ്പം ദർ ഈസ് ഇനോർമസ് വേസ്റ്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഫോർ എന്തിനാ ഹ്യൂജ് മണിയാണ് അഡ്വർടൈസ്മെൻറ്റിനും സെയിൽസ് പ്രൊമോഷനും മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടും. എക്സസീവ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഒരാൾ ഇന്ന അഡ്വർടൈസ്മെൻ്റ് ഇറക്കി അതുക്കും മേലെ മറ്റാൾ ഇറക്കും. അപ്പോൾ അങ്ങനെ വാറായിട്ട് ഇവർ കളിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള വേസ്റ്റേജ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസോഴ്സസിനെ ഭയങ്കരമായിട്ട് വേസ്റ്റേജ് ചെയ്യുന്നുണ്ട്. ഇനി ക്യാപിറ്റലിസം ലീഡ്സ് ടു ഫോർമുലേഷൻ ഓഫ് മോണോപോളീസിൻ്റെ ഫോർമുലേഷൻ വരുന്നുണ്ട് അവിടെ. അപ്പം ലാർജ് ഫേംസ് ഭീകരന്മാരായതുകൊണ്ട് തന്നെ സ്മോൾ വൺസിനൊക്കെ എന്ത് ചെയ്യും, ഫൗൾ മീൻസും ഫെയർ മീൻസൊക്കെ ഉപയോഗിച്ച് ഡ്രൈവ് ഔട്ട് ചെയ്ത് കളയും. ഓക്കെ, എന്നിട്ട് ഇവർ ഒറ്റയാനായിട്ട് എന്ത് ചെയ്യും, കളിക്കും. അപ്പോൾ അവർക്ക് തന്നെ ഒറ്റയ്ക്ക് പ്രോഫിറ്റൊക്കെ നേടാമല്ലോ അങ്ങനെ. ഇനി എക്സസീവ് മെറ്റീരിയലിസം ആസ് വെൽ ആസ് കോൺസ്പീഷ്യസ് ആൻഡ് അൺഎത്തിക്കൽ കൺസംഷൻ ലീഡ്സ് ടു ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. അതായത് ഇപ്പം എക്സസീവ് ആയിട്ടുള്ള മെറ്റീരിയലിസും അതുപോലെ തന്നെ കോൺസ്പീഷ്യസ് ആൻഡ് അൺഎത്തിക്കൽ കൺസംഷനൊക്കെ ഈ എക്കണോമിക് ഡീഗ്രഡേഷൻ, ഡിഫോറസ്റ്റേഷനൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഇപ്പോൾ എക്കണോമിയിൽ എന്ത് സംഭവിക്കുന്നു, അതായത് മരങ്ങൾ മുറിക്കുന്നു, പൊല്യൂഷൻ സംഭവിക്കുന്നു, ഫാക്ടറികളൊക്കെ റിവേഴ്സിലേക്കൊക്കെ ഭയങ്കരമായിട്ട് പൊല്യൂഷൻ വരുത്തുന്നു. എക്കണോമിക് നമ്മളെ ഇതില്ലേ UV റേസൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ? ഓസോൺ ലെയറിൽ ഹോൾസ് വരുമ്പോഴല്ലേ. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം ഈ എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ. അതായത് ഇവർക്ക് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര മരങ്ങൾ മുറിച്ചു എന്നു, എങ്ങനെയൊക്കെ എൻവയോൺമെൻറ്റിന് നാശനഷ്ടങ്ങൾ വന്നു എന്നോ ഒന്നും ഇവരുടെ പുസ്തകത്തിലില്ല അതൊന്നും. ഓക്കെ, ഇവർക്ക് ഓൺലി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പം അത്രയുള്ളൂ. അത്രയ്ക്കൊക്കെയാണ് ഈ ക്യാപിറ്റലിസത്തിൻ്റെ കഥകൾ. എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി സോഷ്യലിസ്റ്റ് എക്കോണമി നോക്കിയാൽ, ഈ സോഷ്യലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ നമുക്ക് വേണ്ടി പ്രോപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏഞ്ചൽസ് ആണ്. അവരുടെ ഒരു വർക്ക് ഉണ്ട്, ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട്. അത് 1848 കൊണ്ടുവന്നതാണ്. അപ്പം അതിലിവർ പറഞ്ഞത് ഇൻ ദിസ് എക്കോണമി ദ മെറ്റീരിയൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഇപ്പോൾ ഫാക്ടേഴ്സ്, ക്യാപിറ്റൽ, മൈൻസ് അതൊക്കെ ഓൺഡ് ബൈ ദ ഹോൾ കമ്മ്യൂണിറ്റിയാണ് റിപ്രസെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ഒരു ലീഡറായിട്ട് നമ്മൾ സ്റ്റേറ്റ് ഉണ്ട്. ഓൾ മെമ്പേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് സോഷ്യലിസ്റ്റ് പ്ലാൻഡ് പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നത്. അതായത് സോഷ്യലൈസ്ഡ് പ്ലാൻഡ് പ്രൊഡക്ഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ഈക്വൽ റൈറ്റ്സ്. എല്ലാവർക്കും ഒരുപോലെയുള്ള റൈറ്റ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സോഷ്യലിസ്റ്റ് എക്കോണമീനെ തന്നെ കൊമാൻഡ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മേലെന്നൊരു കൊമാൻഡ് അങ്ങോട്ട് വരികയാണ്. അതായത് ദ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് അക്കോർഡിംഗ് ടു ദ കൊമാൻഡ്സ് ഓഫ് ദ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി. ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ട്, അതിൻ്റെ കൊമാൻഡ്സിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് കൊമാൻഡ് എക്കോണമി എന്നും സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നും പറയുന്നു. ഈ മാർക്കറ്റ് ഫോഴ്സസ് ഹാവ് നോ റോൾ ഇൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈക്കൊന്നും ഇവിടെ വലിയ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. ആകെപ്പാടെ ആരാ ചെയ്യുന്നത്, ആരാ കൊമാൻഡ് ചെയ്യുന്നത്? ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി കൊമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ടല്ലേ, അതാണ് നിതി ആയോഗ്. അറിയില്ലേ അത്?
അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നിതി ആയോഗ് ഉണ്ട്. പക്ഷേ ഇന്ത്യ എടുക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും സോഷ്യലിസ്റ്റ് അല്ല. ഇന്ത്യ മിക്സ്ഡ് ആണ്. സോഷ്യലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റിൻ്റെയും കോമ്പിനേഷനാണ് ഇന്ത്യൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. അതായത് ഇന്ത്യയിലത്തെ എക്കണോമിക് സിസ്റ്റം അങ്ങനെയാണ്. അപ്പം ഇപ്പോൾ ചൈനയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ. ചൈനയിൽ ഉള്ള ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാർട്ടി ഇല്ലേ, അവരൊക്കെ ഇതിൻ്റെ വൻ ടീംസാണ്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവർ കമാൻഡ് ചെയ്യും, അപ്പോൾ അത് ബാക്കിയുള്ളവർ അനുസരിക്കണം. റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദി കൊമാൻഡ്സ് ഓഫ് ദ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി. മാക്സിമൈസിങ് ദ വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റി ആസ് എ ഹോളാണ് മെയിനായിട്ട് ഈ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മാക്സിമം വെൽഫെയർ കിട്ടാൻ. പക്ഷേ ക്യാപിറ്റലിസത്തിലാണെങ്കിലും പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റിയാണ്. ഈക്വൽ റൈറ്റ്സ് എല്ലാവർക്കും കിട്ടണം, എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നാണ് സോഷ്യലിസം പറയുന്നത്. മറ്റോടത്ത് അങ്ങനെയൊന്നുമില്ല. ഹെൻസ് ദ സെൻട്രൽ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ത്രൂ പ്ലാനിങ് അണ്ടർ സോഷ്യലിസ്റ്റ് എക്കോണമി. ഇപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ആയിട്ടുള്ള ഈ സ്കേഴ്സിറ്റിനെ കൊണ്ട് വന്നിട്ടുള്ള 4 പ്രോബ്ലംസ് ഉണ്ടല്ലോ, വാട്ട്, ഹൗ ആൻഡ് ഹൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നത്, ഈ എക്കോണമി എങ്ങനെ സോൾവ് ചെയ്യുക, സോഷ്യലിസ്റ്റ് സോൾവ് ചെയ്യുക പ്ലാനിങ് ഉപയോഗിച്ചിട്ടാണ്. പ്ലാനിങ് കമ്മീഷൻ പ്ലാൻ ചെയ്യുന്നു, അതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നു. ഇനി സം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാലോ. കളക്റ്റീവ് ഓണർഷിപ്പാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഓണർഷിപ്പാണ്. പ്രോഫിറ്റ് മോട്ടീവേ ഇല്ല, സെൽഫ് ഇൻട്രസ്റ്റേ ഇല്ല ഇവിടെ. റിസോഴ്സസൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? ഈ റിസോഴ്സസ് ആർ യൂസ്ഡ് ടു അച്ചീവ് സോഷ്യൽ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാണ്. സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്, സാമൂഹിക സാമ്പത്തികമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ഇവർക്ക്. ഇത് ഓൾറെഡി പ്ലാൻഡാണ്. അപ്പം അതിനനുസരിച്ചിട്ട് മാത്രമേ റിസോഴ്സ് എന്ത് ചെയ്യുള്ളൂ, അലോക്കേറ്റ് ചെയ്യുള്ളൂ. ആ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ് നേടാൻ വേണ്ടിയിട്ടുള്ള മാത്രം പ്രൊഡക്ഷനെ അവിടെ നടക്കുള്ളൂ. ഇനി എക്കണോമിക് പ്ലാനിങ് ആണ് മെയിൻ. ദർ ഇസ് എ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ടു സെറ്റ് ആൻഡ് അക്കംപ്ലിഷ് സോഷ്യൽ എക്കണോമിക് ഗോൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് ഈ ഒരു എക്കോണമി അറിയപ്പെടാൻ കാരണം. മേജറായിട്ടുള്ള ഡിസിഷൻസ് മുഴുവൻ എടുക്കുക ആരാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ, വെൻ, ഹും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ എടുക്കുന്നത് ആരാണ്? സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ്, അല്ലാതെ പ്രൈസ് മെക്കാനിസം ഒന്നല്ല. ഇനി ആബ്സെൻസ് ഓഫ് കൺസ്യൂമർ ചോയ്സ്. കൺസ്യൂമറിന് അങ്ങനെ ചോയ്സ് ഒന്നും ഇല്ല, കാരണം ഫ്രീഡം ഫ്രം ഹങ്ങർ എന്തായാലും ഗ്യാരൻറ്റീഡാണ്. പക്ഷേ കൺസ്യൂമർ സോവറിനിറ്റിയോ അതൊന്നുമില്ല. ഇവിടെ സെലക്റ്റീവ് പ്രൊഡക്ഷൻ്റെ ആൾക്കാരാണ്. അതായത് എന്താണോ നമ്മുടെ സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ് അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനാണുള്ളത്. അല്ലാണ്ട് കൺസ്യൂമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊന്നും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ എന്തായാലും ഇവർ ഫ്രീഡം ഫ്രം ഹങ്ങർ, എന്തായാലും ഒരു ദാരിദ്ര്യം ഒരാൾക്കുണ്ടാവില്ല എന്ന് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുന്നുണ്ട്. ഇനി റേഞ്ച് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാലോ അതും ലിമിറ്റഡ് ആണ് ബൈ പ്ലാൻഡ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ. ഇനി റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞത് എന്താണ്, അത് ഗ്യാരൻറ്റീഡ് ആണ്. ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ എന്താ, റെസ്ട്രിക്റ്റഡ് ആണ് ബൈ ദ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഓൺ ദ ബേസിസ് ഓഫ് സെൻട്രൽ സോഷ്യോ എക്കണോമിക് ഗോൾസ്. അപ്പോൾ അതായത് ഇത്രേ പറയുന്നുള്ളൂ. റൈറ്റ് ടു വർക്കും ഇവരെന്താണ് ഒക്കെ മുൻകൂർ ജാമ്യം പറയുന്നുണ്ടല്ലേ. ഫ്രീഡം ഫ്രം ഹങ്ങർ ഗ്യാരൻറ്റീഡ്, അതുപോലെ തന്നെ റൈറ്റ് ടു വർക്കും ഗ്യാരൻറ്റീഡാണ്. പക്ഷെ എന്താ, ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ ഇല്ല. ഇവർ പറയുന്നതിൽ നമ്മൾ പണിയെടുക്കണം, അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ള ഒരു ജോബോ കാര്യങ്ങളോ ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല. ബിക്കോസ് ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യോ എക്കണോമിക് ഗോൾസാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിക്ക് പറയുന്നു, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റിലേറ്റീവ്ലി ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ? എല്ലാവരുടെ കയ്യിലും ഒരേ ഇൻകം, അത് പോസിബിളായിട്ടുള്ള കാര്യമാണോ എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവർ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ലേക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്യുമുലേറ്റ് പ്രൈവറ്റ് ക്യാപിറ്റൽ. അതായത് പ്രൈവറ്റ് ക്യാപിറ്റൽ എക്യുമുലേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളെയും അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ഇവർ പറഞ്ഞല്ലോ ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ ഇല്ല, അപ്പോൾ നമുക്ക് ഇവർ പറയുന്ന പോലെ പണിയെടുക്കണം. അപ്പം എന്താണ്, എല്ലാവരുടെ കയ്യിലും ഒരേ ഇൻകം ആവാനാണ് ചാൻസ് കൂടുതൽ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറും. നോട്ട് ദ പോയിൻ്റ്. മിനിമം റോൾ ഓഫ് പ്രൈസ് മെക്കാനിസമാണ്. പ്രൈസ് മെക്കാനിസത്തിന് വളരെ മിനിമം റോളേ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ സെക്കൻഡറി റോളേ കൊടുത്തിട്ടുള്ളൂ.
എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ സെക്കൻഡറി റോൾ കൊടുത്തത്? ഡിസ്പോസൽ ഓഫ് അക്യുമുലേറ്റഡ് സ്റ്റോക്സ്, അതായത് അക്യുമുലേറ്റഡ് ആയിട്ട് പൈൽഡപ്പ് ആയിട്ടുള്ള സ്റ്റോക്ക് വിറ്റ് ഒഴിച്ചു പോകാൻ വേണ്ടിയിട്ട് മാത്രം ഡിമാൻഡ് സപ്ലൈനെ നോക്കുന്നു. അതായത് എന്ത് ചെയ്താൽ മതി, പ്രൈസ് കുറച്ചിട്ടാൽ മതി, അപ്പോൾ ഡിമാൻഡ് വന്നോളും തന്നെക്ക് അങ്ങനെ. ഇനി പ്രൈസസ് അണ്ടർ സോഷ്യലിസം എന്ന് പറഞ്ഞത് അഡ്മിനിസ്റ്റേർഡ് പ്രൈസസ് ആണ്, സെറ്റപ്പ് ബൈ ദ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ആണ്, ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസസ് അണ്ടർ സോഷ്യലിസം ഏതാണ്? അഡ്മിനിസ്റ്റേർഡ് പ്രൈസസ് ആണ്, അതായത് ഓൾറെഡി ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ്. അതായത് ഇപ്പോൾ കെറോസിൻ, അതുപോലെ തന്നെ സാൾട്ട്, ഷുഗർ, അങ്ങനെ കുറേ സംഭവങ്ങൾ യൂണിയൻ ബഡ്ജറ്റിൽ പറയുമല്ലോ ഇന്നതിന് ഇത്ര വില എന്നൊക്കെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി സെറ്റപ്പ് ചെയ്യുന്ന പ്രൈസസ് ആണ് അഡ്മിനിസ്റ്റേർഡ് പ്രൈസസ്. അതാണ് സോഷ്യലിസത്തിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള പ്രൈസസ്. ഓക്കെ, അല്ലാതെ ഇൻട്രാക്ഷനും നെഗോഷിയേഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിൽ നിന്ന് വരുന്ന ഒരു മാർക്കറ്റ് പ്രൈസോ കാര്യങ്ങളോ അല്ല ഇത്. ഇനി ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അതും ഉണ്ട്. സ്റ്റേറ്റ് ഈസ് ദ സോൾ ഓൺട്രപ്രണർ ആണല്ലോ. അപ്പം ഒരൊറ്റൊരാളുണ്ടെങ്കിൽ എങ്ങനെ കോമ്പറ്റീഷൻ നടക്കും? ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് മോട്ടീവ് പ്രൈസ് മെക്കാനിസം ലോസസ് ഇറ്റ്സ് പ്രീഡോമിനൻറ്റ് റോൾ ഇൻ ദ എക്കണോമിക് ഡിസിഷൻസ്. യെസ്, അതന്നെ. ഇനി എക്സാമ്പിൾസ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മേലെ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ പ്രോഫിറ്റ് ഇല്ലല്ലോ. പ്രോഫിറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് പ്രൈസ് മെക്കാനിസത്തിന് അവിടെ വലിയ റോളൊന്നുമില്ല. അതായത് ഇപ്പോൾ സംഭവം സാധാരണ എന്താ, സപ്ലൈ എപ്പോഴാണ് കൂടുക? പ്രൈസ് കൂടിക്കഴിഞ്ഞാലാണ്. എപ്പോഴാണ് ഡിമാൻഡ് കൂടുക? പ്രൈസ് കുറഞ്ഞാലാണ്. അപ്പോൾ സപ്ലൈ കൂടുക, സപ്ലൈ കൂടുക എപ്പോഴാണ്? പ്രൈസ് കൂട്ടുമ്പോൾ. പക്ഷേ ഇവിടെ എന്തില്ല, പ്രോഫിറ്റ് അല്ലല്ലോ മോട്ടീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെൽഫെയർ ആണല്ലോ മോട്ടീവ്. അപ്പം സപ്ലൈ പ്രൈസ് എന്തായാലും കൂട്ടൂല. അപ്പം സപ്ലൈയും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കില്ല. സപ്ലൈ കൂടെ പ്രൈസ് കൂടെ, അതുപോലെ തന്നെ ഡിമാൻഡ് കൂടെ, അങ്ങനെയൊന്നും നടക്കില്ല. അതായത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വാങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയാണ് ഇവിടെ. അപ്പോൾ അവിടെ എന്തില്ല, പ്രൈസ് മെക്കാനിസത്തിന് റോളൊന്നുമില്ല. ഇനി എക്സാമ്പിൾസ് ഓഫ് സോഷ്യലിസത്തിൻ്റെ എക്സാമ്പിളൊക്കെ വൈറ്റ്നാം, ചൈന, ക്യൂബ, നോർത്ത് കൊറിയ ഒക്കെയാണ്. നോർത്ത് കൊറിയയാണ് ദ വേൾഡ്സ് മോസ്റ്റ് ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. CNV എന്നാണ് ഇത് ഓർക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുള്ള കോഡ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഈ ഹാൻഡ് റൈറ്റിങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും അതൊന്നും ആരും കാര്യമാക്കണ്ട. ഇതിൽ 2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോൻ്റെ അടിയിൽ. അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എക്സ്ക്ലൂസീവ്ലി. അപ്പോൾ അത് കാരണം കുറേ ഫോൾട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. സോ ലെറ്റ് ഇറ്റ് ബി.